സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഓർമ്മപ്പെടുത്താനുള്ള രണ്ട് വിഷയങ്ങൾ എന്നത്, ഒന്ന് നമ്മുടെ മക്കളുടെ വേഷവിധാനങ്ങളാണ്, യൂണിഫോമാണ്. നമ്മൾ കൊടുത്ത പണം കൊണ്ട് യൂണിഫോം വാങ്ങി നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ, ആ യൂണിഫോം എന്നത് അവളുടെ വിശ്വാസത്തിന് നിരക്കുന്നതാണോ അല്ലെങ്കിൽ ഇസ്ലാമിനനുസരിച്ചാണോ എന്നുകൂടി നോക്കാം. ആ പൈസ കൊടുത്തതിൻ്റെ കൂടെ ഇതുകൂടി നോക്കാനുള്ള ഒരു ഉത്തരവാദിത്വം വാപ്പമാർക്കും ഉമ്മമാർക്കും ഉണ്ട്. നിര്യാണിക്ക് താഴെ പോകുന്ന പാൻ്റാണെങ്കിൽ മുറിക്കാനും, കൈ മറയാത്ത അല്ലെങ്കിൽ ഇറുകിയ വസ്ത്രമാണെങ്കിൽ ആ രൂപത്തിലുള്ള യൂണിഫോമുകളാണെങ്കിൽ അതിലൊരു മാറ്റം, അത് എൻ്റെ കുട്ടികൾ അതിലില്ല, അവർ ദീനിയായിട്ട് പോകുന്നുള്ളൂ എന്ന് തീരുമാനമെടുക്കാൻ കഴിയണം. ചില സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാവും, അവിടെ നമസ്കരിക്കാൻ ഇവിടെ പറ്റൂല, നിങ്ങൾ പഠിക്കാൻ വന്നതാണോ നമസ്കരിക്കാൻ വന്നതാണോ തിരിച്ചു ചോദിക്കും. തട്ടം ഊരി വെച്ചിട്ട് കയറിക്കോളൂ എന്ന് പറയുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാവണം. എന്തിന് ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞയക്കണം? അവിടെ നമ്മൾ തീരുമാനമെടുക്കേണ്ടത്. നമസ്കരിക്കാൻ ഒരു കുട്ടിക്ക് സൗകര്യം ചെയ്തു കൊടുക്കാത്ത അല്ലെങ്കിൽ ഇസ്ലാമികമായി വേഷവിധാനങ്ങൾ പറ്റില്ല, തട്ടമിട്ടുകൊണ്ട് ഈ സ്ഥാപനത്തിന്റെ ഗേറ്റ് കടക്കാൻ പാടില്ല എന്ന് പറയുന്നിടത്തേക്ക് നമ്മുടെ മക്കൾ പോണ്ട എന്നൊരു തീരുമാനമെടുക്കാൻ പ്രിയപ്പെട്ടവരെ കഴിയണം. അതിന്റെ ക്വാളിറ്റി അല്ല, പരലോകത്തെ ക്വാളിറ്റി ഓർക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം. മക്കൾക്ക് ഒരുപാട് നിർദ്ദേശങ്ങൾ നമ്മൾ കൊടുക്കുന്നതിന്റെ കൂടെ കൊടുക്കേണ്ടുന്ന ഒരു നിർദ്ദേശം, ഈ സംസാരം കേൾക്കുന്നവരിൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളുണ്ടാവും, അവർ കൂടി ചിന്തിക്കേണ്ടത്, പുതിയ കൂട്ടുകാരൊക്കെ വരുമ്പോൾ ആരെ കൂട്ടുകാരനായി തെരഞ്ഞെടുക്കണം എന്നതിൽ ഒരു ശ്രദ്ധയുണ്ടാവണം എന്നാണ്. അത് മക്കൾക്ക് അതുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങളൊക്കെ വാപ്പമാരായിട്ട് പ്രത്യേകം എടുത്തു പറയാതെ നമ്മൾ കൊടുക്കണമെന്നാണ്. നമ്മൾ യൂണിഫോമിനെ കുറിച്ചും മക്കളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ചാണ് പറയുന്നത്. ഇതേ സമയത്ത് കിലോമീറ്ററുകൾക്കപ്പുറത്ത് ഗസയിലെ മക്കൾ എന്ന് പറഞ്ഞാൽ 2 ദിവസം മുമ്പത്തെ വാർത്തകൾ പലരും വായിച്ചിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. UN ഭക്ഷ്യ കേന്ദ്രത്തിലേക്ക് പട്ടിണി കിടക്കുന്ന ഗസയിലെ ആളുകൾ ഓടിക്കയറാൻ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അവർക്കിടയിലേക്ക് നിറയൊഴിക്കുന്ന വെടിവെക്കുന്ന ഇസ്രായേലി ആളുകൾ, ആളുകൾ കൊല്ലപ്പെടുന്നു. ഒരു ചെമ്പിന്റെ പിറകിൽ കുട്ടികൾ കമഴ്ന്ന് വീട് ഒരു വറ്റിന് വേണ്ടി അവർ കരയുന്നു. യാ അള്ളാ എന്ന് വിളിച്ചുകൊണ്ട് ഓടുന്ന ഒരു 3 വയസ്സുകാരിയുടെ വീഡിയോ ലോകത്ത് വൈറലാകുന്നു. നമ്മൾ നമ്മുടെ മക്കളുടെ യൂണിഫോമിനെ കുറിച്ചും നനയാതെ എങ്ങനെ പോകാമെന്നതിനെ കുറിച്ചും എന്ത് വാഹന സൗകര്യം കൊടുക്കുമെന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതേപോലെ മക്കൾ അവിടെയുമുണ്ട്. നമ്മുടെ ഒരു ശ്രദ്ധ അവരിലേക്കും ഉണ്ടാകണം. എന്തു ചെയ്യാൻ കഴിയും? നമുക്ക് ആത്മാർത്ഥമായ പ്രാർത്ഥനയുണ്ടാവണം. നിരന്തര പ്രാർത്ഥനയിൽ ഒരു ഇടം കൊടുക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം.